പാർട്ടിസിപ്പൻസും മറ്റൊരു ശുക്രവാരത്തിലേക്ക് പതുക്കെ ഉയർന്നു വരികയാണ്. ഈ പുതിയ ദിവസം അവരെ കാത്തിരിക്കുന്ന പരീക്ഷണങ്ങൾ എന്തൊക്കെയാകും? कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमान्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वजा उत्तिष्ठ कमलाकान्ता Morning, Krimi. Yeah, ini Mama kitchenil kaal kuda samadikittillaayirunnu Krimi. So enikku onnu cook cheyan ariyuda. ഓ കൊള്ളാം. പക്ഷെ പെൺപിള്ളേരെ കാണുമ്പോ ചേട്ടനെ കണ്ടോളൂ മൊത്തം പോകും. Krimi, leave the garden, you know. ഈ ടീ എങ്ങനെയാ Krimi മേക്ക് ചെയ്യുന്നത്? സിമ്പിൾ അല്ലേ? ഒന്നും മൂന്നല്ലേ, കാല് കുടിച്ച കൊക്കല്ലേ, കള്ളിച്ചെട്ടു അമ്മ വരപ്പത്ത്. Oh my God, Krimi, നീ എന്തൊക്കെ ടോക്ക് ചെയ്യുന്നേ? എനിക്ക് ഇഷ്ടം ആയില്ല. വീട്ടിൽ പറയുന്നത് ചന്ത പറയും, ചന്ത പറയുന്നത് അമൃത പറയും, അമൃത പറയുന്നത് പള്ളി പറയും. ഈ പറയൂരേട്ടാ, ചുമ്മാ കളിയാക്കിയാലുണ്ടല്ലോ, ഈ സങ്കടം വെക്കാറേട്ടാ. ഞാനൊരു പുതിയ പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? റെഡി? യു ഗൈസ് റെഡി? ഓക്കേ, 1 2 3 സ്റ്റാർട്ട്. I open endless sky. I'm okay. ഓ പല്ലട പണിക്ക് പോയപ്പോഴാ കണ്ടിച്ചേട്ടാ, ആകെ ക്ഷീണിച്ചു. കുറച്ചേരോട് ഇരിക്കാം. എന്റെ മേക്കപ്പും പോയി ഡാൻസ് ചെയ്തത്. അതിലേക്ക് എപ്പോഴും മേക്കപ്പാ. തരൂർ സർ, ഈ മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? ഈ മേക്കപ്പോ ഇതൊന്നും അല്ലെന്നേ. പാർലമെന്റിലെ എന്റെ വനിതാ സുഹൃത്തുക്കളൊക്കെ വരുന്നത് കാണണം. നല്ല പുലിക്കളിക്കാരെ പോലെ ഏറെക്കുറെ ഇതുപോലെ. എന്റെ ദൈവമേ, എനിക്ക് എന്തിനാണോ ഇത്ര സൗന്ദര്യം വാരി തന്നേക്കുന്നത്? See, Pandichita, we both are blessed, you know. It's a gift from God. അതുകൊണ്ട് നമുക്ക് ഇത്ര സൗന്ദര്യം, you know. Yeah. സ്റ്റാൻഡേർഡ് ഇപ്പൊ ചായ അടിക്കാൻ പോകണ്ട. ചായ അടിക്കാൻ പോകണ്ട. ഇതാ ദേഷ്യത്തിനുള്ള മരുന്ന് കഴിക്കും കാന്തേട്ട. കാന്തേട്ടന്റെ അമ്മ എനിക്ക് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു, ദിവസം 3 നേരം ദേഷ്യത്തിനുള്ള മരുന്ന് കഴിച്ചില്ലെങ്കിലേ ചേട്ടൻ ആകെ പ്രോബ്ലം. ക്രിക്കറ്റ് ടീമിൽ കാണുന്ന കളികളൊക്കെ നിങ്ങൾ കാണില്ലേ? നീ ആദ്യം പോയിട്ട് നിന്റെ ഇളക്കത്തിന് ചാട്ടത്തിനുള്ള മരുന്ന് കഴിക്കും, എന്നിട്ട് മതി മറ്റുള്ളവരെ നേരെയാക്കല്. ഒന്ന് പോടി സെഞ്ചുറി. നീ ആദ്യം നിന്റെ ദേഷ്യത്തിനും പുരുഷ വിദേശത്തിനുള്ള മരുന്ന് കഴിച്ചിട്ടാണ് എന്നെ പഠിപ്പിക്കാമെന്ന്. അതെ, വയറിന്റെ ഇളക്കം. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. ഊന്നൊക്കെ കൊള്ളാം. നല്ലപോലെ വെള്ളം ഒഴിക്കാൻ മറക്കണ്ട. അതെ അതെ, എന്നെ രാവിലെ കുളിക്കാതെ കുറി തൊട്ട് ഇങ്ങനെ യോഗ്യനായിട്ട് നടക്കും. അടുത്ത് വരുമ്പോഴേ കുളിച്ചാതി നാച്ച. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു ചായ കുടിക്കാൻ തോന്നുന്നു. ഞാൻ പോയി നമ്മുടെ ടിപ്റ്റൺ ഓർമസസ് ചായ കുടിച്ചിട്ട് വരാം. ശരിയേട്ടാ. പിന്നെ പോയത് കണ്ട പെമ്പിളാരെല്ലാം പറയുമോ എന്നെ കള്ളം കഴിക്കാമോ, എന്നെ കള്ളം കഴിക്കാമോ. അത് വളരെ കറക്റ്റ് ആട്ടോ, കറക്റ്റ്. ഭയങ്കര ക്ഷീണം. ഞാൻ പോയത് കേട്ടോ. ശരി. ഉപദേശിക്കാൻ പറ്റിയൊരു അവതാരം വന്നിരിക്കുന്നു.
നേരം അമ്മയുടെ സാരി തുമ്പി പിടിച്ച് നടക്കണല്ല ഇതിന്റെ പണി. കോപ്പുമോൻ വായ തുറന്നാ തെറി, കൈ പൊക്കിയ മാന്തൽ. ഇതല്ലാണ്ട് ഇവിടെ എന്താ അറിയാ കോപ്പുമോൻ. അത് കറക്റ്റാ. ഒന്ന് കൊഞ്ചിക്കോട്ടെ. അപ്പൊ സഞ്ജിനി എനിക്കൊന്ന് അടുത്തേക്ക് പോയിട്ട് വരായിരുന്നു. Yeah, sure. Go ahead, Krimi. ഞാൻ പോട്ടാ. പിന്നെ ഞാൻ ശരിക്കും പോവും. Yeah, you go ahead. I'm here, you know. പക്ഷെ ഞാൻ പോയി കഴിയുമ്പോ എന്റെ സ്ഥിതി ഇത് തന്നെയല്ലേ. ഞാൻ പറഞ്ഞ വരെ നീ എന്റെ കുറ്റമൊന്നും പറയുന്നില്ല. Oh my God, Krimi, how can you say that? We are in a team, you know. ഞാൻ നിന്റെ കുറ്റം ഒരിക്കലും പറയില്ല. Go. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാമേ. Go. Yeah. ഈ ആഴ്ചത്തെ എലിമിനേഷൻ വോട്ടെടുപ്പിനുള്ള സമയമായി. നിങ്ങൾ ഓരോരുത്തരെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കോമാളി ഹൗസിൽ നിന്ന് ഈ ആഴ്ച ആരാണ് പുറത്തേക്ക് പോകണമെന്നും എന്താണ് കാരണമെന്നും അറിയിക്കുക. Hello everyone. My word for elimination for this round is for Krimi Tommy. കാരണം വെച്ചാല് അവൾക്ക് ഭയങ്കര അഹങ്കാരാണ്. അത് മാത്രല്ല, she's a girly girl, you know. She's not as bold and beautiful as me. ഇപ്പൊ നോക്കിയാലും കാര്യം അല്ലെങ്കിൽ ചിരിക്കും. So my vote is for Krimi Tommy. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പൊ ഈ ആഴ്ചത്തെ എലിമിനേഷൻ കൊണ്ടുള്ള സമയമായി. എന്റെ വോട്ട് ആ സതീഷ് പണ്ഡിറ്റിനാണ്. കാരണം അവർ യാതൊരു സെൻസ് ഇല്ല, സെൻസിബിലിറ്റി ഇല്ല, സെൻസിറ്റിവിറ്റി ഇല്ല, ക്ലെൻലിനെസ് ഇല്ല, പറയാൻ കൊള്ളാവുന്ന ഒരു ക്വാളിറ്റി ഇല്ല. അതാണല്ലോ ഇപ്പൊ പ്രശ്നം. ഒരു ക്വാളിറ്റി ഇല്ലാത്തവരെ കയറിയുന്ന പോപ്പുലർ ആവുന്ന സമയമാണ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഒരു ഇലക്ഷൻ ചെയ്യുമ്പോൾ ഇവൻ ഇതിനെ ഏരിയ പാരയാണ്. അതുകൊണ്ട് അവനെ വെട്ടണം. എന്റെ വോട്ട് പണ്ഡിറ്റിന്. നമസ്കാരം. എന്റെ അടുത്ത വോട്ട് ശ്രീകാന്തനാ. കാരണം അറിയോ, അങ്ങനെ ഇംഗ്ലീഷിലാന്ന്. പിന്നെ ആണെച്ചാ ഒരു പണിയും ചെയ്യില്ല, അടുക്കളയിൽ കയറില്ല, പാത്രം കഴുകില്ല, ഒരു സഹായം ചെയ്യില്ല. പിന്നെ മുഖത്ത് എപ്പോഴും ഒരു മുടിഞ്ഞ ആറ്റിച്ചിടാ. അവനെന്നെ പോലെ ചുമ്മാ ഇളിച്ചും കൊഞ്ചൊക്കെ നടന്നാ പോരെ. പിന്നെയല്ല അവൻ ഞാൻ കാണാതെ ആ സഞ്ജിനിയുടെയും പലൂരേട്ടന്റെ ഒക്കെ അടുത്ത് എന്നെ പെട്ടിട്ടേ ചീഞ്ഞ ഭരണി, കുട്ടി ഭരണി എന്നൊക്കെ വിളിക്കാം. അവനോട് കോമളം വന്നിരിക്കണം. അതുകൊണ്ട് അവന്റെ വോട്ട് അവനില്ല, ശ്രീകാന്ത്. അവൻ കോട്ടയം കോമാളി ഹൗസിന്. എന്തായാലും എന്റെ വോട്ട് കിട്ടോ. അവളത് ഇംഗ്ലീഷ് കേൾക്കുന്നു. പിന്നെ പോയത് കലപ്പിലാന്നുള്ള വർത്താനം. നീയാതെ ഓർക്കുന്നില്ല. 2 മണിക്കൂർ സംസാരിപ്പിച്ചത് സഹിക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ പോയത് എന്നെ കോരുന്നാരാണ്. അവർക്കറിയോ എന്ത് കട്ടപ്പ ഞാൻ ക്ഷമിച്ചിടക്കം വേദിക്കുന്നു വണ്ടിപ്പണ്ട്. അവൾ എന്തായാലും പോട്ടു. എനിക്കങ്ങനെ ആരോടും ദേഷ്യവും വിരോധവും ഇല്ല. ഇതിപ്പോ ഒരു മത്സരമായതുകൊണ്ട് വോട്ടെടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് എന്റെ വോട്ട് സഞ്ജിനി ശിവദാസ്. അതിപ്പം കാരണം ചോദിച്ചാൽ അല്ലെങ്കിൽ അവളെ പുറത്താക്കാൻ പ്രത്യേകിച്ചുള്ള കാരണമുണ്ട്. ഒരു ഒറ്റ തുണിക്ക് കേരളത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ആഗ്രഹത്തെ ഏത് മലയാളിയുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പൊ എന്റെ വോട്ട് അവർക്ക്